ഗ്ലാൻസ് സ്റ്റാർ. മാധ്യമരംഗത്തെ പുത്തൻ താരോദയമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എങ്കിലിതാ നിങ്ങൾക്കായി ഒരു അവസരം. കളിയും ചിരിയും തമാശയും കൂടെ നിറപ്പുകിട്ടാർന്ന ആശയങ്ങളും സമന്വയിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട 6 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി മീഡിയ വില്ലേജും MVTVയും സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും ചേർന്ന് RJ ആവാനും VJ ആവാനും അവസരങ്ങൾ ഒരുക്കുന്നു ഗ്ലാൻസ് സ്റ്റാർ. പുതുതലമുറയുടെ പുത്തൻ താരോദയം. ഏവർക്കും ഗ്ലാൻസ് സ്റ്റാറിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിദ്യാഭ്യാസ സംരംഭമാണ് SH പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് കിളിമല. 2001 കിളിമലയിൽ അഭിമന്യ പൗത്യപിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൽ സ്ഥാപിതമായ കിളിമല SH സ്കൂൾ അന്നു മുതൽ ഇന്നോളം പാഠ്യേതര രംഗങ്ങളിൽ കൃത്യതയോടും അതുപോലെ തന്നെ ഏറ്റവും ഉന്നത നിലവാരവും പുലർത്തി മുന്നോട്ട് പോകുവാനായിട്ട് സ്കൂളിന് സാധിക്കുന്നു എന്നുള്ളത് ഒത്തിരിയേറെ സന്തോഷകരമായ കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിമന്യ പിതാക്കന്മാരെയും അതുപോലെ മുൻ പ്രിൻസിപ്പൽമാരെയും എല്ലാം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഹലോ ഗ്ലാൻസ് സ്റ്റാർസ്. ഇന്ന് എഴുതി നിൽക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി SH കിളിമലയിലാണ്. SHലെ മിടുമിടുക്കരായിട്ടുള്ള കൂട്ടുകാരാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു ഗെയിം ഷോയിൽ പങ്കുചേരാൻ പോകുന്നത്. പിള്ളേരെ പൊളിയാണോ? അടിപൊളിയാണ്. യെസ്, അടിപൊളിയായിട്ടുള്ള പിള്ളേരാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും മീഡിയ വില്ലേജ് ടെലിവിഷനും 90.8 റേഡിയോ മീഡിയ വില്ലേജും ചേർന്നൊരുക്കുന്ന ഗ്ലാൻസ് സ്റ്റാർസ് SH കിളിമലയിലെ സ്റ്റുഡൻസുമായിട്ടാണ് ഇന്ന് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മിൻറ്റോ അച്ഛനെ, MVTV ഡയറക്ടർ ഫാദർ മിൻറ്റോ, അദ്ദേഹത്തെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഓക്കെ, SHലെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കത്തികളുമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റും ഇങ്ങനെ അണിനിരന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ വരുന്ന പ്രോഗ്രാം ഗ്ലാൻസ് സ്റ്റാർസ് എന്നാണ്. അതിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലാമർ സ്റ്റാർസ്. അതായത് നാളത്തെ ഗ്ലാമർ സ്റ്റാർസ് ആകാനുള്ള ഗ്ലാമർ വേൾഡ് ആണ്, അല്ലേ? മീഡിയയുടെ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാമർ വേൾഡാണ്. പല രീതിയിലുള്ള ഡയമെൻഷൻസിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു ലോകമാണ് മീഡിയ ലോകം. അപ്പം ആ ഒരു ഗ്ലാമർ ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കാനായിട്ടും നിങ്ങൾക്ക് വാതിലുകൾ തുറന്നിടാനുമായിട്ടുമാണ് നമ്മുടെ ഈ ഒരു പരിപാടി വരുന്നത്. അപ്പോൾ ഈ അടുത്തുള്ള എല്ലാ സ്കൂളുകളിലേക്കും നമ്മൾ പോകുന്നുണ്ട്. പോയതിന് ശേഷം നിങ്ങളിൽ നിന്നും ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ, നല്ല ടാലൻ്റുള്ള ആൾക്കാരെ കണ്ടെത്തുക. അത് പല രീതിയിലുള്ള ടാലൻ്റ് ഉണ്ട്. ക്യാമറ ഡീൽ ചെയ്യുന്നവർ, അതുപോലെ തന്നെ സ്റ്റോറി നന്നായിട്ട് പറയാനും എഴുതാനും അറിയാവുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തി നമ്മൾ സൗജന്യമായിട്ട് വളരെ ഫ്രീ ട്രെയിനിങ് ഒക്കെ നടത്തി നല്ല മീഡിയ പേഴ്സൺസിനെ ഫോം ചെയ്യാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്നും നമ്മൾ ഒരുപാട് പേരെ സെലക്ട് ചെയ്യും. ഏകദേശം ഒരു 20-നും 30-നും ഇടയിൽ ആളുകളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് പ്രത്യേക ട്രെയിനിങ് ഒക്കെ തരും. ഇനി ആ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എന്താണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസും വരും. എന്ന് വെച്ചാൽ നമ്മുടെ മാക് TV ഉണ്ട്, MVTV ഉണ്ട്, റേഡിയോ മീഡിയ വില്ലേജ് ഉണ്ട്, പിന്നെ മാക് റേഡിയോ ഉണ്ട്. അങ്ങനെ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ RJ ആകാനും VJ ആകാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യും. അപ്പം അത്തരത്തിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഗ്ലാൻസ് സ്റ്റാർസ് എന്ന പ്രോഗ്രാമിലൂടെ വരുന്നത്. ഇന്ന് നമ്മുടെ ഷിജു ഭർത്താനോസിന് ഒത്തിരി ഹൃദയത്തോടെ നന്ദി പറയുന്നു. കാരണം മീഡിയ വില്ലേജിൻ്റെ പരിപാടികളുമായിട്ട് ഏത് സമയത്ത് കയറി ചെല്ലാനും, മീഡിയ വില്ലേജിൻ്റെ പ്രോഗ്രാംസുമായിട്ട് ഏത് സമയത്ത് കയറി ചെല്ലാനും സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള 1-2 സ്കൂളുകൾ ഒന്നാണ് നമ്മുടെ SH കിളിമല. അപ്പോൾ അതിന് ആ ഒരു കൃത്യതയ്ക്ക് അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. താങ്ക് യു ഫാദർ. തുടങ്ങുമല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ റൗണ്ടിലേക്ക് പോവാണ്. ഗ്ലാൻസ് സ്റ്റാർസിൻ്റെ ഫസ്റ്റ് റൗണ്ടിലേക്കാണ് പോകുന്നത്. ഇത് ഏതാണ് റൗണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു സർപ്രൈസാണ്. ഇനിയിപ്പോൾ റൗണ്ട് കേട്ടിട്ട് നിങ്ങൾ ഇനി പേടിച്ച് അവിടെ നിൽക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. അതുകൊണ്ടാണ് പറയാത്തത്. പേടിക്കേണ്ട ഒരാവശ്യമില്ലാന്ന് വീണ്ടും ഞാൻ എടുത്ത് പറയാണ്. എന്നിട്ട് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു 8 സ്റ്റുഡൻസിനെയാണ്. നിങ്ങളിൽ ധൈര്യശാലികളായിട്ടുള്ള ഒരു 8 പേര് വളരെ പെട്ടെന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് വരിക. ഞാൻ 10 വരെ കൗണ്ട് ചെയ്യും. 8 പേർക്ക് ആദ്യത്തെ ചാൻസ് ആണ്. മടിച്ച് നിൽക്കാതെ ഇങ്ങ് പോരുക. ബോയ്സും ഗേൾസും 1
2, 3, 4, 5. എത്ര പേരായി? 8 പേരുമായി. നമ്മൾ 4 പേരെ അല്ലെങ്കിൽ 5 പേരെ എണ്ണീതേ ഉള്ളൂ അല്ലേ? അതിനു മുൻപ് 8 പേര് ഈ ഒരു സ്റ്റേജിൽ വന്നു. താങ്ക് യു മക്കളെ. നിങ്ങളുടെ ഈ ഒരു ആത്മവിശ്വാസം നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട്. യെസ്. അപ്പൊ 8 കൂട്ടുകാര് എന്നോടൊപ്പം ദാ ഈ ഒരു സ്റ്റേജിലുണ്ട്. ഇങ്ങോട്ടൊന്ന് ചേർന്നോളൂ. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് മൈക്ക് ഒന്ന് കൊടുത്താലോ? നമ്മൾ തുടങ്ങാല്ലേ? തുടങ്ങുവാണോ? യെസ്. അപ്പോൾ ഇനി നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ അറിയാം, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിയ കാര്യമായിട്ടൊന്നും പറയണ്ട. പേരെന്താണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് മാത്രം ഒന്ന് പെട്ടെന്ന് പറയോ? എൻ്റെ പേര് സാം എബ്രഹാം ബൈജു. ഞാൻ 11th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് സുഡാൻ. ഞാനും 11th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് മാർട്ടിൻ ആൻഡപ്പൻ. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ്. എൻ്റെ പേര് ആഞ്ചലോ സെബാസ്റ്റ്യൻ. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് മിലൻ ജോസഫ് സുനിൽ. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ആൽവിൻ സുജി. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എന്താ നാണോ അല്ലേ? ഇവിടെ പറയുന്ന ആൾക്കാരെക്കാളും നാണമാണ് ഇവിടെ പേര് കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്കുള്ളത്. അവിടുന്ന് ഓക്കെ പറഞ്ഞോളൂ. എൻ്റെ പേര് മിയ സാംസൺ. ഞാൻ 11th പഠിക്കുന്നത്. ഓക്കെ. എൻ്റെ പേര് മേഘ്ന മറിയം സുനിൽ. ഞാൻ 11th പഠിക്കുന്നത്. ഓർത്ത് അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങുമല്ലേ? നമ്മുടെ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും എന്താ പറയുക, വീട്ടിൽ ആരെങ്കിലും എപ്പോഴും വഴക്ക് പറയുന്ന ഒരു കാര്യം എന്താണ്? അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വഴക്ക് പറയുന്നത് എന്തിനാണ് കൂടുതലായിട്ടും? സംസാരിക്കുന്നതിനല്ലേ? അതേപോലെ വേറെ എന്തെങ്കിലും കാര്യത്തിനുണ്ടോ? വായിക്കോട്ടെ വിടുന്നത്. അത് കൊള്ളാലോ. ഉറക്കം ക്ലാസ്സിലിരുന്നാണ് ആണോ? അല്ല. ഓക്കെ. അപ്പം ഞാൻ വികൃതി എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? അയ്യോ, എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമെന്നാണ് തോന്നുന്നേ. അപ്പോഴേ ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ഒരു ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന്, നിങ്ങൾ 8 പേര് സ്റ്റേജിലുണ്ട്. അപ്പോൾ ഈ 8 പേർക്കും ഒരേ സമയം തന്നെ ഉത്തരം പറയാനുള്ള ചാൻസ് ആണ്. അല്ലാതെ ഓരോരുത്തരുടെ വീതമല്ല ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ ആദ്യം കൈ പൊക്കുന്ന ആൾക്കായിരിക്കും ഉത്തരം പറയാനുള്ള ചാൻസ് ഉണ്ടാവുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചാടി കയറി എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്താണ്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഫൗളാണ്. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോട്ടെ. ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ചിലപ്പോൾ എല്ലാവർക്കും ഉത്തരം അറിയാമായിരിക്കാം, ചിലപ്പോൾ ആർക്കും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കിത് വിട്ടുതരും ആ ഒരു ചോദ്യം. പിന്നെ നിങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഇപ്പം എനിക്കിപ്പോൾ എല്ലാവരെയും നോക്കാൻ പറ്റൂല, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ പറ്റും അല്ലേ? അപ്പം ആദ്യം ആരാണ് കൈ ഉയർത്തുന്നത് എന്നുള്ളത് ജഡ്ജിങ് പാനലിൽ നിങ്ങളാണ്, ഓഡിയൻസ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെ കൂട്ടുകാരി ആണെന്ന് പറഞ്ഞിട്ട് അധികം ഫേവർ ചെയ്യാൻ നിൽക്കരുത്. സത്യസന്ധമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. അപ്പം ഞാൻ ആദ്യത്തെ ഈ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏതാണ്? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏതാണ്? അവിടെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, അത് കേട്ടിട്ട് ഉത്തരം പറയാൻ പാടില്ല. ഓക്കെ, മൈക്കിൽ പറയണം കേട്ടോ. ആരാ കൈവെക്കോ? ആ, എന്നാ മൈക്ക് വാങ്ങിക്കോ. ഓണാണ്. കൊന്ത. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന, എല്ലാ ദിവസവും കൊന്ത ചൊല്ലുമെന്ന് തോന്നുന്നു. ആണോ? കുറച്ചുകൂടെ കോമൺ ആയിട്ട് ഒന്ന് പറഞ്ഞേ. ഐ ഡി കാർഡോ? മാലയോ? ഓ, മോനെ, ഇവിടെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏതാണ്? ദേ ഷിജു അച്ഛൻ അവിടെ ഒന്ന് പറയുന്നുണ്ട്. അല്ലല്ല, കൈ ഉയർത്തിയിട്ട് പറയണം. ഇവിടെ കൈ ഉയർത്തിയില്ല, അവിടെയാ കൈ ഉയർത്തിയ പറ. പക്ഷെ ഇവിടെ ആൻസർ എനിക്ക് കിട്ടി. പറഞ്ഞോ. അക്ഷരമാലയാണോ? കറക്റ്റ് അല്ലേ? യെസ്.
ഞാൻ നേരത്തെ പറഞ്ഞ കൈ ഉയർത്തണമെന്ന്. അക്ഷരമാലയാണ്. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മറ്റേ ID കാർഡും കൊന്തയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഉണ്ടെങ്കിലും ധരിക്കാൻ പറ്റാത്ത ഡ്രസ്സ് എന്താണ്? എല്ലാവർക്കും ഉണ്ട്. കൈ ഉയർത്തിയോ? ഓക്കെ. അഡ്രസ്. നീ ഇവിടെ നിന്ന് കാണുന്നുണ്ടോടാ? ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് വീതം വന്നിട്ടുണ്ട്. ഷൂ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇല്ലില്ല, കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു, വെറുതെ പറഞ്ഞു. നമ്മള് ഭക്ഷണത്തിലെ ബ്രേക്ക്ഫാസ്റ്റിൽ പുട്ട് ഇഷ്ടമാണോ? പുട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, പുട്ടും വഴിയിൽ ബ്രേക്കായ കാറും തമ്മിൽ ഒരു വല്ലാത്ത ബന്ധമുണ്ട്. മിണ്ടരുത്. ഓക്കെ, അവിടെ കൊടുക്ക്, മൈക്ക് കൊടുക്ക്. പുട്ടും കേടായ കാറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇവിടെ പറയാൻ റെഡി ആയിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ? രണ്ടും തള്ളണം. അതാണ്. കേടായ കാറും നമ്മൾ തള്ളണം, പൊട്ടുപാത്രത്തിലേക്ക് വീഴണമെങ്കിലും തള്ളണം. അത്യാവശ്യം തള്ളുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, അതേപോലെ ഇത് കയറാൻ പറ്റാത്ത മരമാണ്, കല്ലെറിയുന്ന മരമാണ്, ഒരിക്കലും മുളയ്ക്കാത്ത ഒരു മരം കൂടിയാണ്, ഒരിക്കലും കായ്ക്കാത്ത മരം കൂടിയാണ്. എന്താണ്, ഏതാണ് ആ മരം? കയറാൻ പറ്റത്തില്ല. സമരമാണ്. കൈ ഉയർത്തിയായിരുന്നോ? ഇല്ല അല്ലേ? ഉത്തരം കറക്റ്റ് ആയിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ? മാർക്ക് കൊടുക്കണോ? പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നോ കൈ ഉയർത്തിയാൽ മാത്രമേ കൊടുക്കൂന്ന്? അതാണ്. അപ്പൊ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം മത്സരത്തിൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഇതിനെങ്കിലും നിങ്ങൾ പറ. കൺമഷി. അതാണ്. കൺമഷി. പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി കൺമഷി. അടുത്തത്, ഒരാള് ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു. ഇപ്പൊ തന്നെ ആൻസർ അറിയാന്ന് അല്ലേ? പക്ഷെ അയാളുടെ കയ്യിൽ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ. കൈ പൊക്കിക്കോ, അറിയാമെങ്കിൽ കൈ പൊക്കിക്കോ. ഇവിടെ ആരാ കൈ ഉയർത്തിയേ? ഇവിടെയാണല്ലേ? സോറി കേട്ടോ, ഇവിടെയാ. അല്ല, മൈക്കുണ്ട്. അപ്പൊ ചോദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഒരാള് ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, അയാളുടെ കയ്യിൽ ഒരു തോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അയാൾ എങ്ങനെ രക്ഷപ്പെടും? തോക്കിനകത്ത് ബുള്ളറ്റ് ഉണ്ടല്ലോ, ബുള്ളറ്റ് വന്ന് രക്ഷപ്പെടും. ബുള്ളറ്റ് ഓടിച്ചു വന്ന് രക്ഷപ്പെടും. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ബുള്ളറ്റ് രക്ഷപ്പെടും. ഏറെക്കുറെ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആ ഒരു ഇത് മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ഇനി വീണ്ടും ചോദ്യം വേണം. ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ ഉള്ള കാരണം എന്താണ്? ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ കാരണം എന്താണ്? ഓക്കെ, മൈക്ക് കൊടുത്തോ. പുലി ജയിച്ചതുകൊണ്ട്. അതാണ്. എനിക്ക് വയ്യ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ റൗണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഇതിൽ വിന്നർ ആരാണെന്ന് മനസ്സിലായോ? ആദ്യത്തെ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയാം. എനിക്ക് തോന്നുന്നു എല്ലാവരും ഓരോ ഉത്തരം വീതം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആകെ ടഫാണല്ലേ ഇവരെ തമ്മിൽ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിച്ചു ആദ്യം തന്നെ കൈ ഉയർത്തി ഉത്തരം പറഞ്ഞ ആരാണ്? ഞാനാണ്. ഒന്ന് മുന്നോട്ട് വരുമോ? ഒരു കൈയടി കൊടുത്തേ. അപ്പൊ നമ്മുടെ ആദ്യ റൗണ്ടിലെ വിന്നർ എന്ന് പറയുന്നത് പേരെന്താ? മിലനാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പൊ വീണ്ടും യഥാസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കാം. സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും മീഡിയ വില്ലേജ് ടെലിവിഷനും 90.8 റേഡിയോ മീഡിയ വില്ലേജും ചേർന്നൊരുക്കുന്ന ഗ്ലാൻസ് സ്റ്റാർസ് സെക്കൻഡ് റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ മത്സരിക്കാൻ വേണ്ടി SH കിളിമലയിലെ മിടുക്കരായ കൂട്ടുകാരിൽ നിന്നും 5 സ്റ്റുഡൻസിനെയാണ് ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 10 പേരെ എണ്ണും. 5 വരെ പോകുന്നതിന് മുമ്പ് പിള്ളേർ ഇവിടെ റെഡി ആയിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1 2 3 എന്റെ കൂടെ എണ്ണാനല്ല പറഞ്ഞേ. ഓക്കെ 4. ഇനി 2 ബോയ്സും കൂടെ പോരെ. ഓക്കെ 3 ഗേൾസ് ആയി. 4 5. ഓക്കെ
ഇനി ചേർന്ന് നിന്നോ, എല്ലാവരും ഒരുമിച്ച് അങ്ങ് ചേർന്ന് നിന്നോ. ഗ്ലാൻസ് സ്റ്റാർസിന്റെ സെക്കൻഡ് റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് തരും. അതായത് നിങ്ങൾക്ക് നറുക്കെടുക്കാനുള്ളൊരു അവസരമാണ്. നമ്മൾ ലോട്ടറി ഒക്കെ എടുക്കുമ്പോഴത്തേനെ ഭാഗ്യപരീക്ഷണം നടത്തുമല്ലേ, അപ്പം നമ്മൾ നറുക്കെടുക്കും. ആ നറുക്കെടുപ്പിലൂടെ വിന്നറാവുന്നവർക്ക് പ്രൈസൊക്കെ ഉണ്ടാവും. ഇവിടെ നറുക്കെടുക്കുമ്പോഴത്തേന് നിങ്ങൾക്കൊരു ടാസ്ക് ആണുള്ളത്. ആ ഒരു ടാസ്ക്കാണ് നിങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അത് മറ്റൊന്നും അല്ല. നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ നിങ്ങൾ? ആണോ? ഓക്കെ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കുറച്ച് നാക്കുടക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. സന്തോഷമായില്ലേ? സന്തോഷം വല്ലാണ്ട് കൂടി. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് 5 എണ്ണേ ഉള്ളൂ, കൃത്യം 5 എണ്ണേ ഉള്ളൂ. ഏറ്റവും അവസാനത്തെ ഭാഗ്യശാലിനെയാണ് ഞാൻ. ആൾക്ക് എന്താണ് കിട്ടാൻ പോകണമെന്നാണ് ഞാനിനി വെയിറ്റ് ചെയ്യണത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ആദ്യം എടുക്കാം? നമുക്ക് എന്തായാലും ബോയ്സ് അല്ലേ നമുക്ക് വേണ്ടി കുറച്ച് സമയം കൂടുതൽ കളഞ്ഞത്, അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കാം അല്ലേ? ഓ, എന്താ സന്തോഷം. എടുത്തു. ഇനി അതൊന്ന് വായിച്ചേ. പോരട്ടെ? അത് മൈക്കിലൂടെ അല്ല, ഒന്ന് ജസ്റ്റ് നോക്കിയോ. ഈശ്വരാ. ഓക്കെ. കുട്ടി വായിച്ച് പഠിക്കുകയാണ്. ഓക്കെ, അതെന്താണെന്നൊന്ന് വായിച്ചേ. ഓണാണ്. മാഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകനെ മാഷെ എന്ന് വിളിക്കുമോ മാഷെ? ഇത് ഒരു 5 തവണയാണ് പറയേണ്ടത്. മാഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകനെ മാഷെ എന്ന് വിളിക്കുമോ മാഷേ? അത്രേ ഉള്ളൂ. സിമ്പിൾ. ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും ചേച്ചി വീട്ടിൽ ഇരുന്ന് കാണാപ്പാഠം പഠിച്ചിട്ട് വന്നല്ലേ എന്നല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ആദ്യം 2 തവണ നോക്കി വായിച്ചോ, അതിനുശേഷം കാണാതെ അങ്ങ് പറഞ്ഞോ. മാഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകനെ മാഷെ എന്ന് വിളിക്കുമോ മാഷെ? മാഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകനെ മാഷെ എന്ന് വിളിക്കുമോ മാഷെ? ഓക്കെ, ഇനി കാണാതെ പറഞ്ഞോ. മാഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകനെ മാഷെ എന്ന് വിളിക്കുമോ മാഷെ? മാഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകനെ മാഷെ എന്ന് വിളിക്കുമോ മാഷെ? ഈ മാഷ് എന്തായാലും നിങ്ങൾ ആൺകുട്ടികളുടെ മാനം കാത്തു കേട്ടോ. ഇനി അടുത്ത ആൾക്കുള്ള ചാൻസ് ആണ്. താങ്ക് യു. അടുത്തത് ഈ ഒരു സൈഡിൽ കൊടുക്കാം. ഇതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കാം. അടിപൊളി, ഇഷ്ടപ്പെട്ടു. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞോ. ആ ചിരി കാണുമ്പോൾ അറിയാം ഇവിടെ ഇപ്പം എന്തൊക്കെയോ സംഭവിക്കൂ. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടോ? കൂട്ടുകാരിമാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പരലുരുളൻ പയറുരുട്ടി ഉരലയിൽ വെച്ചാൽ ഉരലുരുളുമോ പരലുരുളുമോ? പോരട്ടെ? മൈക്ക് ഓണാണ്, ഇനി അതിനുവേണ്ടി സമയം കളയണ്ട. ഒരു പരലുരുളൻ പയറുരുട്ടി ഉരുളയിൽ വെച്ചാൽ ഉരുളുമോ? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഓക്കെ, ഒരു തവണയും കൂടി. ഇങ്ങനെയൊന്നും അല്ലടാ, ഒന്നൂടെ. ഒരു പരലുരുളൻ പയറുരുട്ടി ഉരുളയിൽ വെച്ചാൽ പയലല്ല, പയറുരുട്ടി ഉരുളയിൽ വെച്ചാൽ ഉരുളുമോ? ഒരു തവണയും കൂടെ പറഞ്ഞോ. ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുറട്ടാനാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചലച്ച് കുളിച്ചിട്ട് അങ്ങോട്ട് നോക്കി വായിക്കാൻ. ഇങ്ങനെയൊന്നും അല്ലടാ. ഇങ്ങനെയൊന്നും അല്ല. ഓക്കെ, ട്രൈ ചെയ്യുന്നോ? ഇല്ല. ഓക്കെ, താങ്ക് യു മോളെ. അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കാം അല്ലേ? ഓക്കെ, എന്ത് വിനീത കുലീനനായിട്ടാണ്.
ഒന്നുകൂടെ നോക്കുന്ന കാര്യമായിട്ട്. നീ എങ്ങനെ നോക്കിയാലും അതിനകത്തുള്ളത് തന്നെ വായിക്കേണ്ടി വരും. ഇത് കാണിച്ചേ. മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? മനസ്സിലായോ? എന്തൊക്കെയോ മനസ്സിലായി. ആ, എവിടൊക്കെയോ എന്തോ. ആള് പാട്ട് പാടാൻ പോവാണ് ഇങ്ങനെ നോക്കിയിട്ട്. ഓക്കെ, ആ മൈക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാരും കേൾക്കണ്ടേ. മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? മനസ്സിലായി. ഇനി ഇത് കാണാതെ പറ. മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടെ മനസ്സിലായതും ഒന്നൂടെ. മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോകും. ഇപ്പൊ നിനക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, 2 തവണ കാണാതെ പെട്ടെന്നൊന്ന് പറഞ്ഞു. 2 തവണ മതി. മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോകും. മനസ്സിലായി. മനസ്സിലായി. ആള് ട്രൈ ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ ആകും എന്ന് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു. അടിപൊളിയല്ലേ? നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഇനി 2 എണ്ണം ആയിരിക്കണത്. 2 പേരും ഉണ്ട്. ആഹാ, കറക്കിക്കുത്തിയാണ്. ഭാഗ്യപരീക്ഷണം. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു തരി കുരുമുളക് തരി ഉരുളും. തണ്ടുരുളും തടി ഉരുളും തണ്ടിന്മേൽ ഒരു തരി കുരുമുളക്. എന്നോട് ബാല അല്ലേ? ഒന്നുകൂടെ നോക്ക്. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു കുരുമുളകുരുളും. തണ്ടിന്മേലൊരു തരി. ഓക്കെ, ആ ഇനി 2 പ്രാവശ്യം കൂടെ പറഞ്ഞോ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു തരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു തരി കുരുമുളകുരുളും. ഓക്കെ, അപ്പൊ നമുക്ക് വെറുതെ വിട്ടേക്കാം. അടുത്ത ആളെടുത്തോളൂ. നടപ്പിലാവൂല എന്നാ തോന്നുന്നത് കേട്ടോ. ഷോ, ഇത് വേണ്ടായിരുന്നു. ആടലോടകം തിന്നുന്നത് കണ്ട് ആന അലറലോടലറൽ. എളുപ്പമല്ലേ? ഇവിടുത്തെ പെൺപിള്ളേരെല്ലാരും കൂടെ എന്നെ മിക്കവാറും ഇത് കഴിയുമ്പോ പഞ്ഞിക്കിടുമെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞേ. ആടലോടകം തിന്നുന്നത് കണ്ട്. എന്താ പ്രോത്സാഹനം? ആടലോകം തിന്നത് കണ്ട്. ആടലോകോ? ആടലോടകം തിന്നത് കണ്ട് ആന അലറലോടലറൽ. ആടലോകം തിന്നത്. ആടൊരു ലോഡ് പറഞ്ഞേ ഒന്നൂടെ. ആടലോകം എന്നാ വരുന്നത് കേട്ടോ. ആടലോടകം. ആടലോടകം തിന്നത് കണ്ട് ആന അലറലോടലറൽ. ആടലോടകം തിന്നത് കണ്ട് ആന അലറലോടലറൽ. ആടലോടകം തിന്നത് കണ്ട് ആന അലറൽ. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. കുഴപ്പമില്ല അല്ലേ? ഇവർക്ക് നമുക്കൊരു പ്രത്യേകം കൈയ്യടി കൊടുക്കാം. വേറൊന്നിനും അല്ല, ഇവിടെ ഇത്രയും പേര് കൂടിയതിൽ നിന്ന്, ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ വിളിച്ചപ്പോഴത്തേന് ഓടി ഇവിടെ വന്നു. നന്നായിട്ട് ട്രൈ ചെയ്തു. നിങ്ങളും എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക ഇവർക്ക്. ഈ റൗണ്ടിലെ വിന്നർ ആരാണ്? ആശിഷ്. അടിപൊളി ഒരു കൈയ്യടി കൊടുത്തേ. ഓക്കെ, താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ടങ് ട്വിസ്റ്റർ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് ഗ്ലാൻഡ് സ്റ്റാർസിന്റെ 2nd റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗ്ലാൻഡ് സ്റ്റാർസ് 3rd റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്.